തന്നെ അടുത്തൊരു ഒരു കല്യാണത്തിന് പോയി ബാക്ക് ഷോട്ടുകളാണ് എടുക്കുന്നത്. നമ്മളൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതിന് ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ് ദ്രോഹി. ഇപ്പൊ അതെ അവസരങ്ങൾക്ക് വേണ്ടി ഇപ്പോ ആടെ അഴിച്ചു തുടങ്ങിയെന്ന് വരെ പറഞ്ഞിട്ട് വരെ ഇതിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ. ഒരുപാട് പേര് ഇപ്പം ശ്രീ തന്നെ എന്നെ നോക്കുന്ന ഒരു രീതികൾ വേറെ ആയിരിക്കാം. അല്ലെങ്കിൽ നീ അങ്ങനെ എന്നെ ചിന്തിക്കണം കേട്ടോ, ഇയാള് എന്നെ അങ്ങനെ ചിന്തിക്കല്, ഇയാൾ എങ്ങനെ വേണം എന്നെ ചിന്തിക്കാൻ എന്നൊക്കെ പറയാൻ പറ്റില്ല. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്, അവള് മോശക്കാരിയൊന്നുമല്ല. പണം കിട്ടാനോ മറ്റു സംഭവങ്ങൾക്കോ വേണ്ടിയിട്ട് തുണി ഇതുവരെ അഴിച്ചിട്ടില്ല. അത് നമ്മുടെ അന്തസ്സിന് ചേർന്നല്ല. അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവേയില്ല. അതാണ് സോന നായർ ഇപ്പോഴും ഈ 35 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതാണ് സഹദേവ തറവാടിത്തം എന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസക്ക് വേണ്ടിയിട്ടാണോ, ഇല്ലെങ്കിൽ ഇങ്ങനെയാണോ, ഇല്ലെങ്കിൽ എന്താണ്, വീട്ടില് ഭർത്താവ് അഴിച്ചു വിട്ടേക്കാണോ, ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള കമന്റ്സുകൾ വരുന്നത്. അതൊന്നും നമ്മൾ തലക്കെടുക്കാറില്ല, അത് വേറെ കാര്യം. അവൻ പോയാൽ എത്രത്തോളം പോകും നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ അടുത്തൊരു ഒരു കല്യാണത്തിന് പോയി ബാക്ക് ഷോട്ടുകളാണ് എടുക്കുന്നത്. ബാക്ക് ഷോട്ട് എന്ത് നിർവൃതി കിട്ടും എന്നുള്ളത് കാര്യം എനിക്കറിയില്ല. ബാക്ക് ഷോട്ടുകൾ മാത്രം എടുത്ത് കാണിക്കുക, അതിനോട് കമന്ററിയാണ് അടുത്തത്. ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല. കമന്ററിയാണ് അടുത്തത്. ഇതാണോ, അയ്യോ സംഭവം മാറ്റതാണോ, അങ്ങനെ കംപ്ലീറ്റ് അലപ്പുവിന്റെ ഭാഗത്തുണ്ട്. അവർക്കൊക്കെ വേറൊരു സൈറ്റിലേക്ക് പോയാൽ ഇതൊന്നും അല്ല കാണുന്നത്. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇതിന്റെയൊക്കെ ഇരട്ടി ബാക്ക് ഷോട്ടുകളൊക്കെയാണ് കാണാൻ കയ്യിൽ നിറയുള്ളത്. കളക്ഷൻ എടുത്താൽ മരിക്കും തെണ്ടി. അതൊന്നും പോരാ, ഒരു ഫീല് വരുന്നില്ല. സോന നായരുടെ ബാക്ക് ഷോട്ട്, സോന നായരുടെ അത് ഇവനൊക്കെ അത്രയ്ക്ക് മൂത്തെങ്കിൽ വല്ല മുള്ളുമൊരിക്കലും പോയി കയറാൻ കഴിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ക്യാമറ വെക്കുക. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാല്ലടാ. ഈ ക്യാമറ പോലും ഇവിടെ ഇരിക്കണ അറിയാൻ പറ്റും. പിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അപ്പൊ അങ്ങനെ എത്ര പേരുടെ പ്രൈവസിക്കാണ് ഇല്ലാതാവുന്നത്. എന്തുവാണ് ഇത്? തനിക്ക് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ ഇന്നിപ്പോ കെട്ടിപ്പിടിച്ചാ കുഴപ്പാ. ഇപ്പൊ ആണായാലും പെണ്ണായാലും പെണ്ണ് കെട്ടിപ്പിടിച്ചാലും കുഴപ്പാ. അവനോടൊക്കെ എന്ത് പറയാനടി? ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ എവിടെങ്കിലും ഒറ്റയ്ക്ക് എവിടെങ്കിലും പോണെങ്കിൽ ഏതോ ഒരു താടിക്കാരന്റെ കൂടെ സോന നേരെ കണ്ടു കേട്ടോ. ഇത് എന്റെ ഹസ്ബൻഡ് ആണെന്ന് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? കൂടെ ഇരിക്കുന്നത് ഏതൊരു താടിക്കാരൻ ഏതോ കാട്ടിന്റെ ഇടയിലോട്ട് പോയി. നീ എന്നുപോലെ ഇങ്ങനെ തറയായി പോയി. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഇനിയെങ്കിലും നന്നാവും നോക്കടാ ചേട്ടാ.